പൗലോസിനോട് ദൈവം പറഞ്ഞു, നിനക്ക് വലിയതും സഫലവുമായൊരു വാതിൽ, എതിരുകളും പലരുണ്ട്. നമ്മൾ ആദ്യത്തെ വാക്യം പതുക്കെ വായിക്കുകയും ഒടുവിലത്തെ ലൈൻ ഉറക്കെ വായിക്കുകയും ചെയ്യുന്നവരാണ് ബന്ധക്കോസ്തുകാർ. എതിരുകളും പലരുണ്ട്. അപ്പം അതങ്ങനല്ല വായിക്കണ്ടേ. ഒന്ന് വായിച്ച് ഞാനത് പഠിപ്പിച്ചിട്ട് പ്രസംഗിക്കാം. കൊരിന്ത്യലേഖനം 16-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യം. ഇല്ല ഈ വാക്യം. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയപ്പാൻ. 1 കൊരിന്ത്യലേഖനം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പം അത് വായിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ, കുറേ എതിരാളികളും ഉണ്ട്. ഒന്ന് പറഞ്ഞ് എങ്ങനെ പറയണ്ടേ? എനിക്ക് വലിയതും, അതിന് വേണം നമ്മൾ എംഫസൈസ് കൊടുക്കാനേ. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ, കുറേ എതിരാളികളും ഉണ്ട്. ഹല്ലേലൂയ. തുറന്നത് ദൈവമാണെങ്കിൽ എതിരൊരു വിഷയമല്ല. നീ ഇന്ന് രാത്രി എതിര് കണ്ട് പേടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് കേട്ട് കഴിഞ്ഞാണ് തൻ്റെ പ്രശ്നം തുടങ്ങുന്നത് തന്നെ. വാഗ്ദത്തമുള്ളവന് പ്രശ്നമുണ്ട്. ദൈവത്തിന് ഭാവി പദ്ധതിയുള്ളവന് പ്രശ്നമുണ്ട്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. മതി. പ്രതികൂലത്തിൻ്റെ ഒരു ചെറിയ പോരുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് പ്രിയപുത്രനായ തീമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആരായിത്തീരണം, ശക്തരായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ കുറേ പേടിത്തൊണ്ടരായ വിശ്വാസികളെ അല്ല വേണ്ടത്. ഹല്ലേലൂയ. എതിരികളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ആത്മാവിൽ ചൈതന്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരനുഗ്രഹീതമായ സഭ ദേശത്ത് ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വളർന്നോണം, ചേർന്ന് നിന്നോണം. ദൈവം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പകലെ വളരെ വിശാലമായൊരു വിഷയത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചു. നിങ്ങൾക്കത് അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമനോഹരമായ പത്മോസിൽ വെളിപ്പെട്ട 6 പ്രത്യക്ഷതകൾ വായിച്ചു വിട്ടതേ ഉള്ളൂ. വായിച്ചു വിട്ടപ്പോൾ 2:30 ആയതാണ്. പ്രശ്നമാണ്. പ്രസംഗിച്ചായിരുന്ന 2:30 അത് തീരത്തില്ല. ഒരല്ലുലിയെ പറയുന്നത്. നമ്മുടെ കർത്താവ് വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിനക്കൊരു പത്മോസ് വെളിപ്പെട്ടത് കർത്താവിൻ്റെ ചില പ്രത്യക്ഷതകൾ നിന്നെ ഒറ്റയ്ക്ക് കാണിക്കാനാ. ഹല്ലേലൂയ. നീ ഒറ്റപ്പെടുന്നത് നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യക്ഷതകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാനാന്ന് വിശ്വസിക്കുന്നവര്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലെ 1-ാമത്തെ പ്രത്യക്ഷതയിലെ അതിമനോഹരമായ 10 കാര്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു. അതിൽ 1-ാമത്തെ കാര്യം വായിച്ചത് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ. പ്രൈസ് ദി ലോർഡ്. സഭയെ ദൈവം കണ്ടേക്കുന്നത് ക്ലാവ് പിടിച്ച ചെമ്പായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കണ്ടേക്കുന്നത്? പൊൻ നിലവിളക്ക്. നീ ദൈവത്തിന് പൊൻ നിലവിളക്ക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പുറമേ നോക്കിയാൽ ആർക്കും കാണാനൊക്കാത്തത് കൊണ്ട് ഒരു പൂജാരിക്കും അടിച്ചോണ്ട് പോകാനൊക്കത്ത്, പൊളിച്ചു മാറ്റാനൊക്കാത്തൊരു പൊന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. ഹല്ലേലൂയ. ആർക്കും അടർത്തി മാറ്റി തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാനൊക്കാത്ത ഒരു പൊന്നു കൊണ്ടാണ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത്, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, അത് ഒരു പൊന്നിലവിളക്കാൻ വിശ്വസ്ത പേരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വിളക്കിന് അതിമനോഹരമായ 3 സവിശേഷ ഭാഗങ്ങളുണ്ട്. അത് പറയാനുള്ള സമയം ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലില്ല. കാരണം നമുക്ക് ഇടയ്ക്ക് ചില കറണ്ടൊക്കെ പോയതുകൊണ്ട് അല്പസമയം നീട്ടി. അതൊരു അനുഗ്രഹമായി. കാരണം മിണ്ടാതിരുന്നവരൊക്കെ അന്യഭാഷ പറയും. പണ്ട് പെന്തിക്കോസ്തിൽ കറണ്ട് പോകുമ്പോഴല്ലായിരുന്നു, ഭൂതമിളകുമ്പോൾ അന്യഭാഷ പറയാറ്. ഇന്ന് രാത്രി ഭൂതമിളകിയില്ല, കറണ്ട് പോയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? അപ്പോൾ എനിക്കൊരു സന്തോഷമായി. ശുശ്രൂഷ ചെയ്തില്ലേലും കുഴപ്പമില്ല, എല്ലാവരും അന്യഭാഷ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. നീ പറയാൻ മടിക്കല്ലത്, പറഞ്ഞോണം കേട്ടോ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ ഈ വിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 31, 32 വാക്യം ഒന്ന് വായിച്ചു വിട്ടായിരുന്നു. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വിവരിക്കുന്നത് നല്ലതാണ്. പുറപ്പാട് 25, 31, 32. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. നിലവിളക്ക് മുഴുവൻ അടുപ്പ് പണിയാണ്. അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിന്റെ ചുവടും തണ്ടും, അതിന്റെ തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആകരുത്. എല്ലാം അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. വായിച്ചു. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്തു നിന്നും, നിലവിളക്കിന് 3 ശാഖ ഒരു വശത്തും, നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്തും, 3 ശാഖ മറ്റൊരു വശത്തും, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി. ഇതെല്ലാം ഒരു നിഴലാണ്. പൊരുളായി വെളിപ്പെടാനിരുന്ന ക്രിസ്തുവിന്റെ സഭയുടെ പഴയ നിയമ നിഴലാണ് ഈ പറഞ്ഞ നിലവിളക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞേ. മുഴുവൻ തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിതെടുത്തതാണ് ദൈവത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു തങ്ക ചുവടുണ്ട്. എന്തുണ്ട്? എല്ലാവരും പറഞ്ഞേ. ഈ സഭയെ നിർത്തിയേക്കുന്നത്, ഈ വിളക്കിനെ നിർത്തിയേക്കുന്നത് ഒരു തങ്ക ചുവട്ടിലാണ്. എഫേസ്യ ലേഖന കർത്താവ് പറഞ്ഞു, ക്രിസ്തു തന്നെ മൂലക്കല്ല്. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഈ സഭ എന്ന് പറയുന്ന 7 കതിരുകളുള്ള നടുക്കൊരു തണ്ട്, 2 പാർശ്വങ്ങളിൽ 3 6 തണ്ട്, ഇങ്ങനെ 7 കവരങ്ങളുള്ള ഈ നിലവിളക്കിനെ നിർത്തിയേക്കുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലാണ്. ഹല്ലേലൂയ. ഇതൊരു തങ്ക ചുവടാക്കി മാറ്റാൻ വേണ്ടി ഈ കല്ലിനെ നന്നായിട്ട് മനുഷ്യൻ തള്ളിക്കളഞ്ഞെങ്കിലും സ്വർഗം അതിനെ മൂലക്കല്ലാക്കി തീർത്തതാണ്. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ഈ രാത്രി ആരോടോ തുടക്കത്തിൽ ദൈവാത്മ പറയുന്നു, ആരൊക്കെയോ തള്ളിക്കളഞ്ഞ ചിലതിനെ, ഹല്ലേലൂയ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിയിട്ട ചിലതിനെ ഇന്ന് രാത്രി ദൈവം ഹല്ലേലൂയ ഒരു മൂലക്കല്ല് പോലെ ആക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഈ തണ്ട് ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, പ്രൈസ് ദി ലോർഡ്, ആ അടിസ്ഥാനത്തെ നിന്നാണ് ഈ വിളക്കുകൾ ഇങ്ങനെ ശിഖരങ്ങളായി പ്രകാശം കൊടുക്കുക. ഇതിനകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിത്യം കത്തേണ്ടതിന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെന്ത് ചെയ്യാൻ പാടില്ല? കെടാൻ പാടില്ല.
21 കഴിഞ്ഞും കടല്, ഞായറാഴ്ച കഴിഞ്ഞും കടല്. ഇത് നിത്യം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഈ യോഗം വെക്കുന്നത് ചിലതൊക്കെ കെട്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതാ കരിന്തിരി ഒന്ന് മുറിച്ച് പുതിയ എണ്ണയൊക്കെ പകർന്ന് വീണ്ടും കത്തിക്കാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ യോഗം വെക്കുന്നത്. ഒരു നല്ല പറഞ്ഞേ, ഈ ലാസ്റ്റ് രാത്രി നീ ശരിക്ക് കത്തിയേ പോകാവുള്ളൂ. പഴയ നിയമത്തിലൊരു സംഭവമുണ്ട്. ശൗമേൽ പ്രവാചകൻ വിളക്കണയും മുമ്പേ പോയി പെട്ടകത്തോട്. അപ്പൊ അങ്ങനെയാണ് ആ കാലത്തും വിളക്കിടയ്ക്ക് അണഞ്ഞാരുത്. അതിന്റെ സംഭവം ഞാൻ പറയാം, നിങ്ങൾ ചിരിക്കരുത്. അക്കാലത്തെ മഹാപുരോഹിതനും അപ്പൊ തന്നെ ന്യായാധിപനും അന്നേരം തന്നെ ദൈവത്തിന്റെ പ്രവാചകനുമായിരുന്ന ആളാണ് ഏലി പുരോഹിതൻ. സ്തോത്രം. ഈ ഏലിയുടെ പിള്ളേർക്ക് ബീഫും മട്ടനും വലിയ ഇഷ്ടമാണ്. അമ്മ ഈ യാഗപീഠത്തെ വെച്ച് ഇതിൻ്റെ നെയ്യ് ഉരുകാൻ സംബന്ധിച്ച് നെയ്യ് കൂട്ടി കഴിക്കാൻ ഇവർക്ക് ഇഷ്ടം, ഭയങ്കര രുചിയാണ്. അതുകൊണ്ട് യാഗപീഠത്തെ വെച്ച് യാഗം കത്തിക്കുന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മാൻ്റെ ഈ നല്ല മാംസഭാഗം മുപ്പല്ലി കൊണ്ട് കുത്തിക്കൊണ്ടുപോയി അകത്ത് വെച്ച് അവന്മാർ വറക്കും. വറക്കാനെടുക്കുന്ന എണ്ണ വിളക്ക് കത്തിക്കുന്ന എണ്ണയാണ്. അപ്പോൾ ഒരു പുറകിൽ കൂടെ എണ്ണയും പോകും, മറു സൈഡിൽ കൂടെ മാംസവും പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പൻ വഴക്ക് പറയാതിരിക്കാൻ ഈ വറക്കുന്നതിൻ്റെ നല്ല ഭാഗം കൊണ്ട് അപ്പന് കൊടുക്കും. പുള്ളി ഇപ്പോൾ ഇരുന്ന് കഴിപ്പാണ്. സ്തോത്രം. പുള്ളി ശുശ്രൂഷ ഏറ്റപ്പോൾ 47 കിലോ 800 ഗ്രാമേ ഉള്ളായിരുന്നു. ഇപ്പം 147 കിലോ ആയി. പുള്ളി സ്ഥൂലിച്ചവനായെന്ന് എഴുതിയേക്കുന്നത്. എൻ്റെ ബഹുമാന ദൈവദാസൻ, എനിക്ക് ആദ്യം വലിയ വിവരമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ക്ഷീണിച്ചവരെന്നാ വായിച്ച്. ഹലോ. പിന്നെ ഞാൻ ഡിക്ഷണറി പഠിച്ചപ്പോൾ ആ സ്ഥൂലിച്ചവനാന്ന് പറഞ്ഞ് ഇവനൊരു 100 കിലോ ആയി. ദൈവത്തിൻ്റെ യാഗം പിള്ളേരടിച്ചു മാറ്റി, വിളക്കിലൊഴിക്കേണ്ട എണ്ണ അടിച്ചു മാറ്റി, അതുകൊണ്ട് ഇറച്ചി വറുത്ത് തിന്ന് പുള്ളിയുടെ കണ്ണി തിമിരം ബാധിച്ചു. ഇപ്പം വിളക്ക് കെട്ടാലും പുള്ളിക്ക് അറിയത്തില്ല, വിളക്ക് കത്തിയാലും പുള്ളിക്ക് അറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളല്ലേ? ഹല്ലേലൂയ. കസാറെ നിന്ദിക്കാൻ വയ്യാതെയുമായി ഒറ്റ ഇരിപ്പങ്ങിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇരിക്കുക, തിന്നുക. പിള്ളേർ ഇപ്പൊ കണ്ടൊക്കെ കാണാതാ ചെയ്ത പാപം ഇപ്പൊ പിള്ളേർ കൺമുമ്പ് വെച്ച് പാപം ചെയ്യുകയാണ്. കാരണം വിളക്ക് കെട്ടുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും. അനേക ഇടത്തെയും വിളക്ക് കേട്ടോ, പക്ഷെ ഇവിടെ വിളക്ക് കെടല്ല. ഈ പട്ടണത്തിൽ കത്തുന്ന ഒരു വിളക്കുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞാൽ നിത്യം കത്താൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അന്ന പ്രാർത്ഥിച്ചത് കുറെ പിള്ളേരുണ്ടാകാനൊന്നുമല്ല. അന്ന പ്രാർത്ഥിച്ചത് ഈ എണ്ണ അടിച്ചു മാറ്റി വിളക്ക് കിടന്ന മണ്ഡലത്തിൽ ഉള്ള എണ്ണ അടിച്ചു മാറ്റാതെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് വിളക്ക് കെടാതെ കത്താൻ ഉപയോഗിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കുന്നവരെ ചേർന്ന് ഹല്ലേലൂയ. ശുഡബലമനക ശന്തരാധരാധര റീബാല ബാബാ. നോക്കിയ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് അണഞ്ഞുപോയ വിളക്കുള്ളിടത്തല്ല. കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് 7 കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കുടെ നടുവിലാണ്. മറ്റേത് കയറി വന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാതെ വിട്ടാൽ നിങ്ങൾക്കൊരു പ്രയാസം വരും. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നത് അതൊക്കെ പറഞ്ഞു നിർത്തുകയാണ്. ഇവന്മാരിങ്ങനെ അങ്ങ് തിന്ന് ഇവന്മാരും കനത്തു, അപ്പനും കനത്തു, പക്ഷെ ആലയമണങ്ങി. സ്തോത്രം. ഇപ്പൊ പെട്ടകം അവിടെ ഇരിക്കുന്നെങ്കിലും യാതൊരു നിലയിലുമുള്ള ആരാധനയകത്ത് നടക്കുന്നില്ല. യാഗമെല്ലാം അലക്ഷ്യമായി. പിശാചിന്റെ ലക്ഷ്യം അപ്പനെ കൊണ്ടായാലും മക്കളെ കൊണ്ടായാലും യാഗം അലക്ഷ്യമാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പുറകിൽ ഒരു ദാഹോനുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
അതാരും കാണുന്നില്ല. ഇവരെല്ലാരും കാണുന്നത് ഏലിയൻ പിള്ളേരെയും ഒക്കെയാ. പക്ഷേ മറുമണ്ഡലത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ദാഹോനുണ്ട്. ഇന്ന് രാത്രിയിൽ പട്ടണത്തിലെ ആത്മാവിന്റെ പ്രവർത്തിക്കെതിരെ നിലകൊള്ളുന്ന ചില ദാഹോന്യ വ്യാപാരങ്ങൾ വേരോടെ പറയണമെങ്കിൽ ആലയത്തിന്റെ വിളക്ക് ഇന്ന് രാത്രി കത്തി ജ്വലിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഫെലിസ്ത്യനുമായിട്ട് യുദ്ധം വരുത്തി. യുദ്ധമൊക്കെ ദൈവം വരുത്തിയാ കേട്ടോ. ചിലതൊക്കെ ദൈവം വരുത്തുന്നതാണ്. യുദ്ധം വന്നു, പിള്ളേർ യുദ്ധത്തിന് പോയി. അവന്മാരിപ്പോൾ ഈ ഇറച്ചിയെല്ലാം കൂടെ തിന്ന് നല്ല കായിക ബലമാണ്. വൈകിട്ട് അവന്മാർ ജിംനേഷ്യത്തിലും പോകുന്നുണ്ട്. സ്വോത്രകാഴ്ചയുടെ പൈസയാണല്ലോ, മുടക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ യാഗപീഠത്തിലെ ഇറച്ചി, വിളക്കിലെ എണ്ണ, സ്വോത്രകാഴ്ചയായിട്ട് ജിംനേഷ്യം. ഇപ്പോൾ അവന്മാർ ടീഷർട്ട് ഇടുന്നത്, എന്നിട്ട് ഇവിടം വരെ കൈയുള്ള, എന്നിട്ട് ആ മസിൽ കാണിക്കാൻ. സ്തോത്രം. ഓളി വന്ന് കൈയടിച്ചില്ലെങ്കിലും മസിൽ കാണിച്ചാണ് അവന്മാർ ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെയാണോ പുള്ളി രാത്രി 21 പറയേണ്ടിയെന്ന? പ്രൈസ് ദി ലോർഡ്. പണ്ട് മാനം മര്യാദയ്ക്ക് വന്ന പിള്ളേർ ഇപ്പം മസിലും കാണിച്ചു വരികയാണ്. കാരണം യാഗപീഠത്തിൽ ഇറച്ചി തിന്നുമാർ കൊഴുത്ത് നല്ല മെഴുത്ത് ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. അപ്പനൊരു ഇരിപ്പങ്ങിരിക്കുക. ഇനി പുള്ളി എന്നേലും കസാറയും കൊണ്ട് മറിയുമല്ലാതെ പുള്ളി മറിയത്തില്ല. ഒരു സ്വത്രം പറയണം. തമ്പുരാൻ പരിപാടി ഒരുക്കി, തമ്പുരാൻ യുദ്ധം വരുത്തിയപ്പോൾ പിള്ളേർ ഓർത്തു ജിംനേഷ്യം കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചേ. ഇവന്മാർ നല്ല മസിലൊക്കെ അടിച്ചുകൊണ്ട് കയറി ചെന്ന് പെരിസനല്ലേ അടിച്ച് നൂർത്തു. അപ്പൊ ഇവർക്ക് വെപ്രാളമായി. ഇവന്മാർ പെട്ടെന്ന് പെട്ടകത്തെ ഓർത്തു. ഇത്രയും ദിവസം ഓർത്തില്ല. പ്രശ്നം രൂക്ഷമായപ്പോൾ എന്നെ ഓർത്തു, എടാ നീ ചാകാൻ നേരത്തിലും പെട്ടകം ഓർത്തോണം. ഹല്ലേലൂയ. കുടുംബത്തിൽ അനർത്ഥം വന്ന് കേറുന്നതിന് മുമ്പേ നീ പെട്ടകത്തെ ഓർത്താൽ ഇന്ന് രാത്രി നിന്റെ തകർച്ചയെ ദൈവം മാറ്റും. ആരോടൊക്കെ തൊട്ടു ദൈവം ഇടപെടുകയാ. നീ പെട്ടകത്തെ നിസാരവൽക്കരിക്കരുത്. പെട്ടകത്തെ നീ ഉദാസീനമായി കാണരുത്. പെട്ടകത്തോട് കളിക്കരുത്. ഹല്ലേലൂയ. അമാര് പെട്ടം കൊണ്ടപ്പോൾ ഒരിക്കലും ആരാധിക്കാത്ത പുള്ളി കറണ്ട് പോയപ്പോൾ ആരാധിച്ച പോലെ ഓരോ ഒറ്റ ആരാധന. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇവന്മാരൊരിക്കലും സഭയെ കൈവെക്കുക ആരാധിക്കുക ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇന്നിപ്പോ പെട്ടകം വന്നപ്പോൾ ഇവന്മാർ ഒറ്റ ആരാധന അങ്ങോട്ട് ഉയർന്നപ്പോൾ ശത്രുവിന്റെ ചെവി ദൈവം പറഞ്ഞു, ഇതൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ല, ഇതൊക്കെ ചുമ്മാ ജഡമിട്ടടിക്കുകയാണ്. എൻ്റെ കൂടെ പറഞ്ഞ എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. ഇതൊന്നും അകത്തെ എണ്ണയുടെ വ്യാപാരമല്ല, ചുമ്മാ ജഡമിട്ടടക്കിയാണ്. ഞാൻ അവന്മാരുടെ കൂടെ ഇല്ല. ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കേറി അടിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഒഫിനി തകർന്നു, പിനഹാസ് തകർന്നു. വാർത്ത കേട്ടപ്പോൾ ഇവിടെ അപ്പൻ കസാറെ കൊണ്ട് മറിഞ്ഞു, പെടലി ഒടിഞ്ഞു. ഒരു സ്വത്രം പറയണം. എടാ, നിന്നെ വിളിച്ച് പെടലി ഒടിഞ്ഞ് ചാകാനൊന്നുമല്ല, നിന്നെ വിളിച്ച് മന്ദസായിട്ട് പിതാക്കന്മാരോട് ചേരാനാ. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയോട് കളിക്കല്ല്, അഭിഷേകത്തോട് കളിക്കല്ല്, ശുശ്രൂഷയോട് നീ മത്സരിക്കല്ല്. ദൈവാത്മാവ് ചിലരെ നോക്കി പറയുന്നു, ഇത് മത്സരിക്കാനുള്ള ഇടമല്ല, ഇത് ആരാധിക്കാനുള്ള ഇടമാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് മത്സരികളുടെ കൂട്ടമല്ല. ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, 21ാമത്തെ രാത്രിയിൽ നിന്റെ അകത്ത് വന്ന എല്ലാ മത്സരങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കയറി. ആ രാത്രിയിൽ പെട്ടകം ഉച്ചയും കുത്തി മറിഞ്ഞു. രാവിലെ പുനഃപ്രതിഷ്ഠ. സ്തോത്രം. അവരെല്ലാം കൂടി പുനഃപ്രതിഷ്ഠിച്ചു. ആ രാത്രി തലയും പോയി കൈയും പോയി. തലയുണ്ടെങ്കിലേ ഇനിയും കൂടോത്രം ചെയ്യത്തുള്ളൂ, കൈ ഉണ്ടെങ്കിലേ ഇടത്തോട്ട് കെട്ടത്തുള്ളല്ലോ. ഇന്ന് രാത്രി ചെന്ന് കൈയും തലയും വെട്ടിയാണെങ്കിലും നിന്റെ മേൽ ദൈവകൃപ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവ് ദൂത് പറയുക. ഹല്ലേലൂയ. നീ ഇതൊന്നും കണ്ട് പേടിക്കരുത്. ഇന്ന് രാത്രി അഭിഷേകം ജ്വലിക്കാൻ തുടങ്ങിയാൽ അഴിയാത്ത ഒരു മേഖലയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പൊ കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിന്റെ ഒന്നാമത്തെ യോഗ്യത, വിളക്കെന്തായിരിക്കണം?
നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന നല്ല തങ്കത്തിൽ പണിതെടുത്ത പൊൻ നിലവിളക്കായിരിക്കണം. സ്തോത്രം. കർത്താവ് വരുന്നത് അവരെ ചേർക്കാനാണ്. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം പറഞ്ഞു. നമ്മളൊക്കെ അതിപ്പോൾ കല്യാണ സമയത്തൊക്കെ വായിക്കാറുള്ളൂ. നമുക്കൊരു ഗുണമുണ്ട്. 90-ാം സങ്കീർത്തനം ചാകുമ്പോഴും 91 പനി വരുമ്പോഴും പിന്നെ കൊരിന്ത്യലേഖനം 15-ാം അധ്യായം മരിക്കുമ്പോഴും ഒക്കെ വായിക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുന്ന അധ്യായങ്ങൾ. അങ്ങനെയെങ്കിലും വായിക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഒരു സന്തോഷം. പോട്ടെ, ശ്രദ്ധിച്ചേ. 2 കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞു. ഒന്ന് വായിച്ചു വിട്ടേ വേഗത്തിൽ, വേഗം വായിക്കണം. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ, ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ദാസന്റെ അകത്തെ എരിവ്. എൻ്റെ കൂടെ ഒന്ന് വരണേ, എന്നെ നോക്കണേ. കുനിഞ്ഞിരിക്കെല്ലാരും, കുനിഞ്ഞിരിക്കല്ലേ, ശ്രദ്ധിച്ചിരുന്നേ. നിന്നെ നൂർക്കാനാ പ്രാർത്ഥന. നിന്നെ ഒന്നുകൂടെ കുനിക്കാനല്ല, നൂർക്കാനാ. അതുകൊണ്ട് ഇന്ന് രാത്രി നഷ്ടക്കച്ചവടം വന്നവരാരുമല്ല നമ്മള്. ഒരു ലാഭം കൊയ്യുന്ന രാത്രിയാ. നേരെ ഇരുന്ന് കേൾക്കണം. നിങ്ങളെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ദാസന്റെ എരിവ് എന്താന്ന് പറയാം. ഒന്നുകൂടെ വായിച്ചു. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ, ആത്മാവി രക്ഷയിലേക്ക് കൊണ്ടുവന്ന അഭിഷക്തന്റെ ഉള്ളത്തിലെ എരിവെന്ന് പറയുന്നത് മണവാളന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഉള്ള എരിവ. ഒരു സ്തോത്രം പറയണം. ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്ന ഒരു മണവാട്ടിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്രിസ്തുവിന്റെ എരിവോടെ എരിയുന്നു. അടുത്ത വാക്യം, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ. അതാ പൊന്നിലവിളക്ക്. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പൊ ഇവിടെ ഒരു 4 പേരായി. ഒന്ന്, ഞാൻ എന്ന് പറയുന്ന പൗലോസ്, ഒരു കാർമികൻ. 2, ക്രിസ്തുവെന്ന ഏക പുരുഷനായ മണവാളൻ. 3, ആ മണവാളിനെ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന നിർമ്മല കന്യകയായ സഭ. 4, ഈ സഭയാകുന്ന മണവാട്ടിയുടെ നിർമ്മലത കളയാൻ അവസരം നോക്കി നിൽക്കുന്ന സാത്താൻ. ഏദനിൽ ഹവ്വയെ ഉപായത്താൽ ചതിച്ച അതേ പുള്ളി വേറെ രൂപത്തിലോ ഭാവത്തിലോ നിർമ്മല കന്യകയുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയാൻ. ഇപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ അങ്ങനെ വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. ഉലകത്തിൽ ഭയമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ആര്? പൗലോസ്. നമ്മുടെ കൂട്ട് പേടിത്തുടർന്നൊന്നും അല്ലായിരുന്നു. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഫിലിപ്പോസ് ഉപദേശിച്ച വീട്ടിൽ. 4 പെൺപിള്ളാരുണ്ട്, 4 പേരും പ്രവാചകന്മാരാ. സ്വതന്ത്രം പറഞ്ഞേ, ബ്യൂട്ടീഷ്യന്മാരല്ല. ഫിലിപ്പോസിന് 4 പിള്ളേര്, ഒന്നും മിണ്ടുന്നില്ല. 4 പിള്ളേർ ആരായിരുന്നു? പ്രവാചകന്മാരായിരുന്നു. അവരിങ്ങനെ പ്രവചിക്കുമ്പോൾ പൗലോസും പ്രവചനവും കേൾക്കാനിരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ അഗബോസ് എന്ന് പറയുന്ന ഒരു നല്ല പ്രവാചകൻ വന്നു. അഗബോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൗലോസിന്റെ അരക്കച്ച അടിച്ചവിടെ വെച്ചേക്കുക. പുള്ളി ഓടിച്ചെന്ന് വെച്ച് അതങ്ങോട്ട് എടുത്തിട്ട് ഈ പൗലോസിന്റെ കൈ അങ്ങ് കെട്ടി. യോഗത്തിനിടയ്ക്കാണ് പൗലോസിന്റെ കൈ കെട്ടിയിട്ട് അഗബോസ് പറഞ്ഞു, ഈ കച്ചിയുടെ ഉടമസ്ഥനെ ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിയതുപോലെ യെരുശലേമിൽ ബന്ധിക്കപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് പൗലോസ് ഫോൺ എടുത്ത് കറക്കി ട്രാവൽ ഏജൻസി പറഞ്ഞു ടിക്കറ്റ് ക്യാൻസൽ ആക്കിയേക്കാൻ. അങ്ങനെയാണോ? ഹലോ. പൗലോസ് പറഞ്ഞു, ആദരണീയനായ അഗബോസ് പ്രവാചക, കെട്ടുന്നതല്ല കണ്ടുള്ളൂ, ഞാന് മരിക്കാൻ പോവാ. എടാ, ചാകാൻ പോകുന്ന കൊട ചൂടിക്കൊണ്ട് പോകുമോ? അല്ലല്ലേ പറയണം. അദ്ദേഹം യെരുശലേമിൽ മരിക്കാൻ പോകുകയാ. ഉടനെ ഒരു പുള്ളി വരട്ടാൻ വന്നേക്ക് കൈ കെട്ടുവന്ന്. സ്തോത്രം പറയണം. അതാ പൗലോസിന് മരണത്തെ പേടിയില്ല, ബന്ധനത്തെ പേടിയില്ല. നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞു, നിന്നെ ഞാൻ റോമിൽ കൊണ്ട് നിർത്തും. നീ എന്നെ യെരുശലേമിൽ പ്രസംഗിച്ചതുപോലെ റോമിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കുമെന്ന് പറഞ്ഞ ദൂത് കേട്ട രാവിലെ 40 പുള്ളികൾ
പൗലോസിനെ കൊന്നിട്ടല്ലാതെ ജലപാനം പോലും കുടിക്കുന്ന തീരുമാനമെടുത്തു. അപ്പം പെന്തിക്കോസുകാർക്ക് മാത്രമല്ല ഉപവാസം. നിന്റെ കൃപ കളയുന്ന, നിന്നെ തകർക്കുന്നത് വരെ ഉപവസിക്കുന്ന വേറെ ആളുണ്ട്. നീ അത് ആത്മാവിലൊന്ന് കാണണം ഈ രാത്രി, കേട്ടോ. ഹല്ലേലൂയ. 40 പേര് മറുമണ്ഡലത്തിൽ അണിയറയിൽ ഭക്തനെ തകർക്കാൻ ഒരു ഉപവാസം. പക്ഷേ ഏത് പരിപാടിക്കും ഒരു ചെറിയ പഴുത് തന്ത്രപരമായി നടത്തിയാണെങ്കിൽ ഒരു തലിമണിനാരെ പിടിച്ചാണ്ട് നമ്മുടെ ബഹുമാനി സാറന്മാർ തെളിയിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് കിടക്കും. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ ഇവന്മാരുടെ ഈ രഹസ്യ ചർച്ച പൗലോസിന്റെ പെങ്ങടെ മോൻ കേട്ടു. ഇത് പെങ്ങടെ മോനാണെന്ന് ചർച്ച ചെയ്തവന്മാർക്ക് അറിയത്തില്ല. അവനിത് കേട്ട് നേരെ വന്ന് വെച്ച് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നിന്നെ കൊല്ലും, അമ്മാവനെ കൊല്ലാൻ 40 പേര് ഉപവസിക്കാന്ന് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു അതാ സഹസ്രാധിനോടങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ചെന്ന് നേരെ സഹസ്രാട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മാവനെ കൊല്ലാനായിട്ട് 40 പേര് ആ രാത്രിയിൽ 276 പേരെയും കൂട്ടി പൗലോസിനെ നാട് കടത്തി. ഒരല്ലേ പറഞ്ഞേ. നാട് കടത്തി പോയ വഴിയില് ഭയങ്കരമായ കൊടുങ്കാറ്റ്, ഈശാന മൂലെല്ലാം അടിച്ച് അവസാനം കപ്പൽ തകർന്നു. സ്വത്രം പറഞ്ഞേ. കപ്പലിന്റെ പലകെ പിടിച്ച് അക്കരെ ചെന്ന് നന്നായി എനിക്ക് എൻ്റെ ദൂതന് ധൈര്യം വന്നേ. എനിക്ക് ഒരു കാലത്ത് ഇങ്ങനെ സ്ഥിരമായ ദൂതാണ്, ഞാൻ നിന്നെ വിദേശത്തയക്കും, കടലും കരയും കടത്തി അയക്കും, നിന്നെ ഞാൻ 5 ഭൂഖണ്ഡങ്ങളിൽ അയക്കും എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ പരിമിതി ഭയങ്കരമാണ്. അങ്ങനെ വലിയ ഭാഷാ പരിജ്ഞാനമോ വലിയ ശുശ്രൂഷ പരിജ്ഞാനമോ പേരിൻ്റെ അപ്പുറത്ത് ഡോക്ടറോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ പോണേ പാസ്പോർട്ടും ഹലോ അഥവാ അപേക്ഷിച്ചാൽ എനിക്ക് കിട്ടത്തുമില്ല. അതിന് പല കാരണം, അതിപ്പോൾ പറയുന്നില്ല. പ്രൈസലോ. ലൈവിലുള്ളവരും കേൾക്കുന്നുണ്ടല്ലോ. പ്രൈസലോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഈ വചനം ഇടപെടുകയാണ്. പലകെ പിടിച്ച് അക്കരെ എത്തുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി പാസ്പോർട്ട് ഇല്ലെങ്കിലും ഫ്ലൈറ്റ് ഇല്ലെങ്കിലും കപ്പലില്ലെങ്കിലും അക്കരെ കൊണ്ടുപോകാൻ ആ പദ്ധതിയെങ്കിൽ പലകെ പിടിച്ചാണെങ്കിലും ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂത് പറയുക, കേട്ടോ. നിന്നെ ഒരു പലക കഷ്ണത്തെ പിടിച്ചാണെങ്കിലും അക്കരെ എത്തിക്കും. വിശ്വസികൾ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ പ്രിയരെ, പൗലോസിന് കപ്പൽ ഛേദം പ്രശ്നമല്ല. ഇനി സൂര്യേന്ദ്രന്മാരെ കാണാതെ കുറെ ദിവസം വെള്ളത്തിൽ കിടന്നാലും പ്രശ്നമല്ല. ഒരല്ലേ പറഞ്ഞേ. രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചാലും പുള്ളിക്ക് എന്തില്ല? ഭയമില്ല. ഒരല്ലേ പറയണം. അങ്ങനെ ഒരു പരുവത്തിൽ അക്കരെ എത്തിയപ്പോൾ പതിയിരുന്ന് അണലി കയറി പുള്ളിയെ കുത്തി. സ്തോത്രം. അല്പം ദയ കാണിച്ച് ബർബരമാൻ പറഞ്ഞു, ഇവനെന്തോ ഭയങ്കരമായ പറഞ്ഞേ വിശുദ്ധനെ പോലും അശുദ്ധനാക്കുന്ന കുറെ ബർബരന്മാരുണ്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. നന്നായി ജീവിച്ച പൗലോസിനെ പോലും നീതിദേവി കൈവിട്ടാന്ന് പറഞ്ഞ് വിധി എഴുതുന്ന കുറെ ബർബരന്മാര് അവരുടെ മുമ്പിൽ വെച്ച് നിന്നെ മാനിക്കാൻ പോകുകയാ. നീ ആരാണെന്ന് അറിയാൻ പോകുകയാ. നിനക്ക് നേരെ വിരൽ ചൂണ്ടിയ ബർബരന്മാരുടെ മുമ്പിൽ വെച്ച് നിന്റെ അഭിഷേകം എന്താണെന്ന്, നിന്റെ വിളി എന്താണെന്ന്, നിന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ദൈവം തെളിയിക്കുന്ന രാത്രിയോ ശബ്ദരാധന തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പൗലോസ് പേടിച്ചോടിയില്ല, ഭയമില്ല. അദ്ദേഹം ആ തീക്കകത്തൊന്ന് കുടഞ്ഞപ്പോൾ അണലി കരിഞ്ഞപ്പോൾ ഈ നാട്ടുകാർ ബർബരന്മാർ നോക്കി 2 കാര്യം. ഒന്നിൽ ചത്തു വീർക്കും, അല്ലെ വീർത്ത് ചാവും. ഈ പാമ്പ് കടിച്ചടുത്ത ഒരു അസുഖമാണ്. ഒരുമാതിരിപ്പെട്ട റെഡിമെയ്ഡ് പെട്ടിക്കകത്ത് പിന്നെ വെക്കാനൊക്കത്തില്ല. നിങ്ങളറിയാതെ നിങ്ങളുടെയൊക്കെ അളവ് ആമ്പിള്ളേർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ ചരട് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ കറക്റ്റ് അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരത്തില്ല. ഈ പെട്ടി മതിയോ എന്ന് ചോദിച്ചേ കറക്റ്റ് പണത് വെച്ചേക്കുക. നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മളതിലേ പോയപ്പോഴും ഓട്ടോയെ കയറിയപ്പോഴും ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴെല്ലാം അമ്മമാൻ അളവെടുത്ത് അവിടെ സാധനം തല്ലിക്കൂട്ടി വെച്ചേക്കുക. പക്ഷെ ഈ പാമ്പ് കടിച്ചാൽ ആ പെട്ടിക്കകത്ത് നീ പിന്നെ ഒരു സ്വോത്രം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ റെഡിമെയ്ഡ് സെല്ലുലാറിനകത്ത് വെക്കാനും ഒക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പൗലോസിന് ഇതൊന്നും എന്തല്ല, പേടിയല്ല. അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ച് അന്നേരമാണ് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാന് പനി വന്നു. എന്താ വന്നു? പുള്ളി ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. എന്തുവായാലും പുള്ളിക്ക് പനി വന്നു. പനി വന്നപ്പോൾ ഈ പാമ്പിനെ കത്തിച്ച കാഴ്ച കണ്ട ബർബരന്മാർ പറഞ്ഞു, ഒരു പുതിയ സാധനം വന്ന് ഇറങ്ങിയിട്ടുണ്ട്, അണലി പോലും കടിച്ചാലേക്കത്തില്ല. ഹല്ലേലൂയ.
നല്ല സ്വോത്രം പറയണം. എടാ, പട്ടണത്തിൽ അഭിഷേകമുള്ള ഇറങ്ങിയ നാട്ടുകാരറിയുമെന്ന്, ദേശാധിപതി അറിയുമെന്ന്. ഈ ഉപവാസം ദേശം അറിയാൻ പോകുകയാ. ഈ പ്രാർത്ഥന റിസൾട്ട് ദേശം അറിയാൻ പോകുകയാ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ദേശാധിപതി പറഞ്ഞ വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു പുള്ളിക്ക് പനിയാ. അവിടെ ചെന്നു ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിയുടെ പനി എന്ത് ചെയ്തു? പോയി. എടാ, 3-ാം നിലയുടെ കിളിവാതിൽ നിന്ന് വേണമെന്ന് ജീവിപ്പിച്ചവനാ വന്നേക്കുന്നത്. പുള്ളിക്ക് ഇവൻ്റെ പനി വിഷയമാണ്. അതിന് ശിഖല്ല ആയാലും പുള്ളിക്ക് എന്തല്ല, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹം ചെന്ന് ഇവൻ്റെ പനി പോയി. പനി പോയപ്പം ദേശാധിപതി മുനിസിപ്പൽ ചെയർമാൻ ഒരു പ്രഖ്യാപനം ഇറക്കി. നമ്മുടെ നാട്ടിൽ അണലിയെ കരിച്ച് എൻ്റെ പനിയും മാറ്റി ഒരു ഉപദേശി വന്നിട്ടുണ്ട്, പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. നാട്ടുകാർ മൊത്തം വന്ന് എല്ലാവരും സൗഖ്യമായി. ഒറ്റ ദിവസം കൊണ്ട് മാൾട്ടയിൽ ഒരു സഭ. നല്ല ഹല്ലേലൂയ രാത്രി പറയണമെന്ന്. ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ ഒറ്റ ദിവസം മതിയെന്ന്. നിന്റെ മുമ്പിലെ തടസ്സങ്ങളെല്ലാം കൂടെ മാറിയിട്ട് നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ ദിവസം മതി. ഒറ്റ ദിവസം മതി. നീ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ നിന്നെ മാനിക്കാൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ അശ്വനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയൻ കപ്പലിൽ ഈ മുനിസിപ്പൽ ചെയർമാൻ തന്നെ വിഴിഞ്ഞത്തുനിന്ന് കയറ്റിവിട്ടു. ഹലോ, സ്തോത്രം. പലകെ കയറി അക്കരെ വന്നവനെ കപ്പലെ കയറ്റി റോമി വിറ്റു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഈ സാധാരണ കപ്പൽ എന്ന് ഇപ്പം ഈ എമിറേറ്റ്സ് അല്ലാത്ത ഫ്ലൈറ്റ് എന്നാൽ ടെർമിനൽ 3 ഇറങ്ങാനൊക്കത്തില്ല. അത് ഷാർജയിലോ അല്ലെ വേറെ ടെർമിനലിലോ പോയി ലാൻഡ് ചെയ്യണം. പക്ഷേ എമിറേറ്റ്സ് എന്ന കറക്റ്റ് ടെർമിനൽ 3 എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ചില ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി മാത്രമുള്ള ടെർമിനൽ ഉണ്ട്. സ്തോത്രം. ഈ വന്ന കപ്പലായിരുന്നെങ്കിൽ പുറംകടലിൽ നിർത്തിയിട്ട് പിന്നെ ചെങ്ങാടത്തിലോ വള്ളത്തിലോ പുള്ളി ഇവിടെ വരേണ്ടി വന്നേനെ. സ്തോത്രം. പക്ഷെ അശ്വനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയ കപ്പലിന് ഡയറക്റ്റ് തുറമുഖത്ത് വരാം. നല്ല സ്തോത്രം പറയണം. എടാ, വഴി തുറക്കുന്നത് എങ്ങനെയാ യുവന്മാർക്കറിയാമോ? ഹല്ലേലൂയ. തുറക്കാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ അതിന്റെ പിമ്പിൽ ഒരു പോരും നിൽക്കത്തില്ല. അവൻ തുറക്കുക തന്നെ ചെയ്യും. ഈ രാത്രി ആത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്വർഗം തീരുമാനിച്ചാൽ അതങ്ങനെ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 40 പേര് കൊല്ലാൻ തീരുമാനിച്ചവൻ റോമിൽ 2 വർഷം താമസിച്ച് പ്രസംഗിച്ചു. അല്ലേ പറഞ്ഞേ, നീ എത്ര നാൾ ജീവിക്കണോ തീരുമാനിക്കാൻ തമ്പുരാനല്ലേ. എൻ്റെ വിഷയം അതല്ല, തിരിച്ചു വരട്ടെ. അപ്പൊ പൗലോസിന് ഇതൊന്നും ഒരു ഭയമല്ല. എന്തല്ല, അദ്ദേഹമാകെ ഭയപ്പെട്ടത് സഭ ഏകാഗ്രത വിട്ടുപോകുന്ന. ഹലോ, ജീവിതത്തിൽ ആ മനുഷ്യനാകെ ഭയപ്പെട്ടത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സഭ വഷളായി പോകും. ഞാൻ വേഗം നിർത്താം. ഏകാഗ്രത കൂടിയോ 21 ദിവസം കൊണ്ട്? ക്രിസ്തുവിനുള്ള നിർമ്മലത വർദ്ധിച്ചോ? എന്താ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഗ്രീക്ക് പദം, ഞാൻ ഗ്രീക്കൊന്നും അറിയാവുന്ന ആളല്ല കേട്ടോ, ഇനി പുസ്തകത്തിലൊക്കെ വായിച്ചുള്ള ചെറിയ അറിവുകളാണ്. അതിൻ്റെ ഗ്രീക്ക് പദം ഹാക്കിനിയോ എന്ന. എന്താണ് ഹാക്കിനിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം യാഗാർപ്പണയോഗ്യമായത്. എന്താണ്? കുറ്റമില്ലാതെയുള്ളത്. എന്താണ്? ഊനമില്ലാത്തത്. എന്താണ്? അപ്പം നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ യാഗാർപ്പണയോഗ്യമായത്. ഹല്ലേലൂയ. അതിൻ്റെ എബ്രായ പദം തമ്മീം എന്നാണ്. 1 ഹാക്കിനിയോ, 2 തമ്മീം. അർത്ഥം യാഗാർപ്പണ. എല്ലാവരും പറഞ്ഞേ. അപ്പൊ കൊണ്ടുവന്ന് അങ്ങോട്ട് വേറെ വെച്ചാൽ ഉടനെ യാഗപ്പെടുത്തൊന്നും കയറ്റാൻ അന്നൊക്കത്തില്ല. അതിന് ഒരു നിരീക്ഷണ സംഘമുണ്ട്. ആരാണ് അത്? നല്ല വെറ്റിനറി ഡോക്ടർമാരെ വെല്ലുന്ന ആളുകളാണ്. അവർ വന്നിട്ട് പരിശോധിക്കും. ഊനമുള്ളതാണോ, വായി പല്ലെല്ലാം ഉണ്ടോ, കണ്ണ് കാണുന്നതാണോ, മാംസപുഷ്ടിയുള്ളതാണോ, പ്രൈസ് ദി ലോർഡ്, ഉളുക്കൊക്കെ ഉള്ളതാണോ, ദേഹത്ത് കുഷ്ഠമോ പാണ്ടോ വല്ലതും ഉണ്ടോ. ഇതെല്ലാം ഇങ്ങനെ അടിമുടി ഈ മൃഗത്തെ എന്ത് ചെയ്യും? പരിശോധിച്ചിട്ട് യാഗാർപ്പകൻ ഇങ്ങനെ യാഗപീഠത്തിന് മുമ്പിൽ നിൽക്കുക.
പക്ഷെ യാഗവസ്തുവിനെയും കൊണ്ട് യാഗം അർപ്പിക്കാൻ വന്നോ നിൽക്കുക. നിരീക്ഷണ സംഘം ഇങ്ങനെ മൊത്തം നോക്കുകയാ. സ്തോത്രം. ഇപ്പോഴത്തെ തൂഫാൻ നോക്കുന്ന പോലെ നോക്കുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ആടിമുടി പരിശോധിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നയാള് ഊനമില്ലെന്ന് കണ്ട വിളിച്ചൊരു പ്രത്യുണ്ട്, ഹാക്കിനിയോ. നിൽക്കുന്നവന് ഗ്രീക്ക് അറിയത്തില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവൻ പറയും തമ്മീം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ കൊണ്ടുവന്നവൻ്റെ കയ്യിൽ നിന്ന് കയറി പിടിക്കും. നേരെ യാഗയുടെ കൊമ്പോളം കൊണ്ട് ചേർത്ത് കെട്ടും. പിന്നെ യാഗം ആരംഭിക്കുക. അപ്പൊ യാഗയുടെ കയറുന്നണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് ഊനമില്ലാത്ത കന്യകയായി ഏൽപ്പിപ്പാൻ. ഒരല്ലേലൂയ പറയണം. ഇന്ന് രാത്രി പരിശോധന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വചനം പറയുമ്പോൾ നിന്നിലെ ഊനമെല്ലാം അങ്ങ് മാറണം. ക്രിസ്തുവിന്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ തടസ്സമായിട്ടുള്ളതെല്ലാം ഇന്ന് രാത്രി ഒന്ന് മാറിയിട്ട് നീ ഈ രാത്രി ഒരുക്കപ്പെടണം. എന്തിനാന്നറിയാമോ? നിന്റെ മണവാളൻ ഊനമില്ലാത്തവനാ. എല്ലാവരും പറഞ്ഞേ, നിന്റെ മണവാളൻ ആരാണ്? ഈ ആട്ടുംകുട്ടിയെ ഗെഥസമനത്തോട്ടത്തിൽ വെച്ച് പിടിച്ചു. ഒരു രാത്രിയിൽ ഗെഥസമനത്തോട്ടത്തിൽ വെച്ച് പിടിച്ച് ഈ ആട്ടുംകുട്ടിയെ നേരെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുപോയി. ന്യായാധിപ സംഘം 71 പേരാ. നടുക്ക് മഹാപുരോഹിതൻ, അപ്പുറത്തൊരു 35 പരീശൻ, ഇപ്പുറത്തൊരു 35 സദൂക്യൻ. ഇങ്ങനെ 35, 71 71 പേരുടെ നടുക്കോട്ട് കൊണ്ട് ഈ ആട്ടുംകുട്ടിയെ നിർത്തി. അവരെ തിരിച്ചും മറിച്ചും മൊത്തം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഊനമില്ല. ഹല്ലേലൂയ. നേരെ അവിടുന്ന് കൊണ്ടുപോയത് മഹാപുരോഹിതനെടുക്കല. അമ്മായിയപ്പനും മരുമോനും മഹാപുരോഹിതന്മാരാ. അമ്മായിയപ്പൻ ഒക്കാത്ത കേസ് മരുമോന്റെ കൈ വിടും. മരുമോൻ ഒക്കാത്ത കേസ് എന്തുവാലും ഇത് കുടുംബത്തിൽ നിന്ന് പോകത്തില്ല. ഇവർ രണ്ടും മാറി മാറി കൈകാര്യം ചെയ്യുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നാ എൻ്റെ വിശ്വാസം. ഒരല്ലേലൂയ പറഞ്ഞേ. എടാ, ശുശ്രൂഷ കുടുംബ സ്വത്തൊന്നുമല്ല. ശുശ്രൂഷ ദൈവത്തിന്റെ പദ്ധതിയല്ലേ. നീ രാത്രി ഏറ്റെടുത്തൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. തന്നത് ദൈവമാണെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിന്നോണം. ഹല്ലേലൂയ. അപ്പൊ ഈ അമ്മായിയപ്പനും മരുമോനും പറഞ്ഞു, ഊനമൊന്നും ഇല്ല. നേരെ കേസ് പീലാത്തോസിന് അടുക്ക പോയി. പീലാത്തോസ് ഈ ആട്ടുംകുട്ടിയെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഊനമൊന്നും കാണുന്നില്ല പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെണ്ണും പിള്ളേ അകത്തുനിന്ന് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ചായ, നിൽക്കുന്നയാൾ നീതിമാനാ, കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. നീ സാധാരണ ആളുകളെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇവനെ കൈകാര്യം ചെയ്താൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. അല്ലേ പറഞ്ഞേ, ഇന്നിനകത്ത് സഭയോട് കളിച്ചാ വിവരം അറിയും. ആലെ പീലാത്തോസിന്റെ ഭാര്യ കത്ത് കൊടുത്തു വിട്ടു, നീ സൂക്ഷിക്കണം. അടുത്തിരിയാളുടെ കൈ കൊടുത്ത് പറഞ്ഞു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നാ എല്ലാവരും പറയാൻ ഒരു മടി പോലെ. സഭയോട് കളിക്കുന്നത് സൂക്ഷിക്കണം. അഭിഷേകത്തോട് കളിക്കുന്നത്, ദൈവിക തെരഞ്ഞെടുപ്പിനോട് കളിക്കുന്നത് സൂക്ഷിക്കണം. മത്സരിച്ചാൽ 12 മണിയും രാത്രി ഉണങ്ങും. തെരഞ്ഞെടുക്കപ്പെട്ടവൻ രാത്രി തളിർക്കും. അതങ്ങ് പൂക്കും കായ്ക്കും ബദാംബരം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിനെതിരെ ആരും മത്സരിക്കല്ല, സൂക്ഷിച്ചോണം. എനിക്കറിയത്തില്ല, ആത്മാവ് ഇങ്ങനെയൊക്കെ പറയാൻ പറയുന്നു. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പറയുകയാണ്. നീ രാത്രി നീ തെരഞ്ഞെടുപ്പിനോട് കളിക്കരുത്. നീ അഭിഷേകത്തിനെതിരെ വിരൽ ചൂണ്ടരുത്. നീ സൂക്ഷിച്ചു നിൽക്കണം. ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പീലാത്തോസ് കേസ് ഹേരോദാവിന് വിട്ടു. ഹേരോദാവ് മൊത്തം പരിശോധിച്ച് പറഞ്ഞു, ഞാൻ ഊനമൊന്നും അങ്ങനെ ഊനമില്ല എന്ന് പറഞ്ഞ മണവാളൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഊനമില്ലാത്ത മണവാട്ടിയാ. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഒരു സ്തോത്രം പറഞ്ഞേ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ഊനമില്ലാത്തവരായി നിൽക്കുവാൻ ഈ ലോക സംഭവങ്ങളെല്ലാം, ഈ ദിനങ്ങളിലെ ഓരോ സംഭവങ്ങൾ സഭയുടെ വീണ്ടെടുപ്പടുത്തെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാഹളം ധ്വനിക്കാൻ പോകുകയാ, മരിച്ചവർ ഉയർക്കാൻ പോകുകയാ, യേശു വരാൻ പോകുകയാ, സഭ ഇവിടുന്ന് മാറ്റപ്പെടാൻ പോകുകയാ. ഈ ദിനങ്ങളിലെ പ്രാർത്ഥന സഭയുടെ ഒരുക്കത്തിന്റെ ദിവസങ്ങളാ. ഏറ്റെടുക്കുന്നവര് മാത്രം കർത്താവിനെ കരമടിച്ച് ആരാധിച്ച്, കർത്താവ് വരുമ്പോൾ നീ പോകുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിരാത്രി പ്രിയമുള്ളവരെ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ
അവൻ ഇറങ്ങി വെളിപ്പെടുന്നത് നല്ല തങ്ക ചുവട്ടിൽ, മൊത്തം തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിത് കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിന് നടുവില. നിന്റെ ഭവനം ആത്മാവി കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. നിന്റെ തലമുറ ആത്മാവി കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ദൈവം ആത്മാവിനാൽ നിന്റെ കുടുംബത്തെ അങ്ങോട്ട് തൊടാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മുഴുവൻ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇവിടെ ഒന്നും നേടിയില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തരുത്. നീ നിത്യത നഷ്ടപ്പെടുത്തി ഒരു കോളും എനിക്ക് വേണ്ട എന്ന് പറയണം. ഏതെല്ലാം പ്രോഗ്രാം വന്നാലും പറയണം, എടേ എനിക്ക് അതിനെക്കാട്ടി വലിയത് എൻ്റെ നിത്യതയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കർത്താവ് വരുമ്പോൾ നീ നിന്ദിക്കപ്പെടാതെ, നീ കൈവിടപ്പെടാതെ, നീ തള്ളപ്പെടാതെ, നീ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. തേജസ്സിൽ അവൻ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ. ഞാൻ വളരെ ബഹുമാനത്തോടും പൂർണ്ണ ആദരവോടും നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാത്രി കർത്താവ് വന്ന് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ നിശ്ചയമായിട്ട് പോകും എന്നുറപ്പുള്ള എത്ര പേരുണ്ട്? ഇത്രയും കയ്യേ ഉള്ളൂ. ഹല്ലേലൂയ. ആ കൈ സ്വർഗ്ഗം വന്ന് കണ്ടോട്ട്. നമ്മൾ ഇത്രയും ദിവസം കരഞ്ഞതും ഉപസിച്ചും പ്രാർത്ഥിച്ചതും നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ഞാൻ ഈ ഓട്ടോ എല്ലാം ഓടിയിട്ട് നിത്യത കിട്ടിയില്ലെങ്കിൽ എന്നെപ്പോലെ അരിഷ്ടം വേറെ ആരാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം മുഴുവൻ നന്നാക്കിയിട്ട് ഞാൻ നന്നായില്ലെങ്കിൽ കാര്യമല്ലോ ഉണ്ട്? പറഞ്ഞേ ഇല്ല. അപ്പോൾ കൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരും പ്രാർത്ഥന, കർത്താവേ, ആത്മമണവാളനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ക്രിസ്തു എന്ന ഏകപുരുഷൻ വെളിപ്പെടുമ്പോൾ ഒരു നിർമ്മല കന്യകയായി അവൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണം. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും എല്ലാം ഈ രാത്രി മാറണം. നമുക്കൊരു വലിയ ശുദ്ധീകരണം ഈ രാത്രി ഉണ്ടാകണം. നിന്റെ ആദരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നിന്റെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. അകത്തൊരു പരിച്ഛേദന ഇന്ന് രാത്രി നടക്കണം. പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേ ഒരു പരിച്ഛേദന ഇന്ന് രാത്രി ഉണ്ടായിട്ട് ഒരു വലിയ ശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവനൊരു കഴുകൽ നടത്തിക്കൊണ്ടിരിക്കുക. നീ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രാത്രി, കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. അല്ലേ സ്ഥിരമായ ഒരു ആത്മാവിനെ തരണമേ. നിന്റെ കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെടുവാൻ തടസ്സമായതെല്ലാം ഇന്ന് രാത്രി എന്നിൽ നിന്ന് മാറണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രാത്രിയോ. സഭ എവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഭ ഈ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ വാതുക്കൽ 2 കാറ് കൊണ്ടിടുമല്ലോ, ഫ്രണ്ടിൽ പൂക്കളൊക്കെ വെച്ച്. ചെറുക്കൻ്റെ വീട്ടുകാരാ കാശുകാരെന്ന് അറിയിക്കാൻ അവൻ ഓടിയേ വരും. ഓടി വരുമല്ല, ഓടിയേൽ വരും. സ്വതന്ത്രം പെണ്ണ് അവനെക്കാട്ടി കാശ് നിറയിക്കാൻ ബെൻസേ വരും. രണ്ടും വാടകയ്ക്കാണെന്ന് നമുക്കറിയാം. എന്നാലും വരവ് കണ്ട സ്വന്തം ബെൻസേൽ വരുന്ന പോലെ ഡ്രൈവർ ഇറക്കിയുമ്പോൾ AC ഇട്ടു. കാരണം അവൻ റേറ്റ് പറഞ്ഞാൽ വന്നേക്കുന്നത്. അവൻ AC ഇട്ടാൽ തന്നെ അവൻ ഷാർട്ടാക്കി AC ഇട്ടിട്ട് അവൻ ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ. അകത്തുനിന്ന് പാസ് അനൗൺസ്മെൻറ്റ് ചെയ്യും, ഇപ്പോൾ ബ്രൈഡൽ മാർച്ചിൻ്റെ സമയമാണ്. നിയുക്ത മണവാളനും മണവാട്ടിയും താനായി തന്നെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ സ്റ്റേജിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് ഈ 2 കാറിൻ്റെയും ഡോർ തുറക്കും. അതുവരെ ചില്ലിക്കൂടെ കണ്ടുകൊണ്ടിരുന്ന പുള്ളികൾ വെളിയിൽ വരും. ഹലോ, അപ്പുറത്തെ കാറെ ചില്ലിക്കൂടെ ഒരാൾ ഇങ്ങോട്ട് നോക്കും, ഇപ്പുറത്തെ കണ്ണാടിയിൽ ഒരാൾ ചില്ലിക്കൂടെ. ഒന്നും നിങ്ങൾ മിണ്ടുന്നില്ല. കണ്ണാടിയിൽ കണ്ണാടിയിൽ കടമൊഴിയായി കണ്ടുകൊണ്ടിരിക്കുക. ഒരല്ലിയ പഠനം കേട്ടോ. അവരിങ്ങനെ കണ്ണാടിയിൽ കടമൊഴിയായി കണ്ടുകൊണ്ടിരിക്കുക. 2 പേരും പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഈ പെണ്ണിനെ ഒരുക്കിയ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഓടി വന്നിട്ട് ഈ രാവിലെ തൊട്ടിങ്ങനെ ചോറെല്ലാം പിടിച്ച് പശയെല്ലാം ഇട്ട് കമ്പി പോലാക്കി മുടിയെല്ലാം ഒന്നുകൂടെ ശരിയാക്കി, എന്ത് ബന്ധപ്പെട്ട സാധനം അത് ഈ വണ്ടിക്കകത്ത് ഇരുന്നപ്പോൾ അഴുക്കായോ എന്നറിയാതിരിക്കുക ഒന്നുകൂടെ. പിന്നെ ആ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് മുഖമെല്ലാം എന്ത് ചെയ്യും? കാരണം ഈ പുട്ടിയിട്ട് എല്ലാം ഒഴുകിപ്പോയോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാം എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പറഞ്ഞേ. പിന്നെ ആ സാരിയോ അല്ലെ ആ ഉടുപ്പോ ഒക്കെ ഒന്നുകൂടെ പിടിച്ച് ഇടും. എന്താണെന്നറിയാമോ? 5 സെക്കൻഡിനകത്ത് എവിടെ ഇരിക്കാൻ പോവാ? മണവാളൻ്റെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിന് ഈ പിള്ളേർ വന്നൊരു ഫൈനൽ ടച്ച് എന്താണ്?
ലാസ്റ്റ് ഒരുക്കം, ഞങ്ങളുടെ റാന്നി ഭാഷ ഒടുക്കത്തെ ഒരുക്കം. ഹല്ലേലൂയ. തിരുവനന്തപുരം ഭാഷയായിട്ടൊക്കെ തിരികെ കേട്ടോ. അല്ലേ, ഇന്ന് രാത്രി യോഗം 21 വെച്ചത് നിനക്ക് ഇന്നോവ കാർ തരാനല്ല, നിന്റെ ലാസ്റ്റ് ഒരുക്കത്തിന്റെ രാത്രിയാ. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ സന്തോഷം കൊണ്ട് കരമടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വരുവാൻ പോകുകയോ. ഹല്ലേലൂയ. ചെറിയ ചുളുക്കം വല്ലതും ഉണ്ട് ഇന്ന് രാത്രി, അതങ്ങ് ആത്മാവിനാൽ ഒപ്പി മാറ്റിയിട്ട് ഇന്ന് രാത്രി ഒരുക്കത്തോടിരുന്നേ. ഒരു പക്ഷെങ്കിൽ നാളത്തെ കർത്തൃമേശയ്ക്ക് മുമ്പേ കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. യേശു വരാൻ സാധ്യതയുണ്ട്. നീ കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി മുഴുവൻ ഒരുക്കത്തിന്റെ രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 9 മണിയായി. രാവിലെ നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. എനിക്കും വെളുപ്പിന് 7 മണിക്കാണ് ആരാധന. ആദ്യത്തേത്, രണ്ടാമത്തെ 9:30-ക്കാണ്. അതിന് രണ്ടിനും ഞാൻ തന്നെ ശുശ്രൂഷിക്കണം. ഇപ്പോൾ പോയാലേ ഞാൻ 7 മണിക്ക് തന്നെ അവിടെ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് ഞാനും പോവാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇപ്പം പ്രാർത്ഥിക്കുന്നത് PR കിട്ടാനല്ല, സ്തോത്രം, ഇന്റേൺഷിപ്പ് കിട്ടാനല്ല, വർക്ക് പെർമിറ്റ് കിട്ടാനല്ല, പുതിയ വീടും കാറും കിട്ടാനല്ല, പുതിയ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാനല്ല, നിത്യതയെ പോകാനാണ്. അതിന് കൊതിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേര്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ആവേശം കളയല്ലേ. ഈ ഒരു ആവേശത്തോടെ വേണം നീ ഇന്ന് രാത്രി ഭവനത്തിൽ പോകുവാൻ. ഒരുപക്ഷെ നീ പടിയിറങ്ങുന്നതിന് മുമ്പേ, ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പേ കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നിന്റെ മണവാളൻ വരാൻ സാധ്യതയുണ്ട്. ലോകം അത് വിളിച്ചു പറയുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഈ ദിവസം ഒന്ന് വിലയിരുത്തിയപ്പോൾ എന്നോട് എൻ്റെ ഈ കൊച്ചുബുദ്ധി ദൈവം പറഞ്ഞു, മോനെ, ഞാൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ? കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും. അതിൻ്റെ ലാസ്റ്റ് പണിയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഒരുക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് കഴിയുമെങ്കിൽ തൻ്റെ വൃതന്മാരെ പോലെ തെറ്റിക്കാൻ അവൻ ലാസ്റ്റ് അടവ് ചോദിക്കുമ്പോൾ നീ അവൻ്റെ കയ്യിൽ വീഴരുത്. നീ ഇന്ന് രാത്രി പറ, കർത്താവേ, ഞാൻ ഒരുക്കപ്പെടുകയാണ്. ഒന്നുകൂടെ കഴുകണം. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ നിർമ്മലനാകേണ്ടതിന് ആ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. കാൽവിരൽ ഒഴുകിയിറങ്ങിയ ആ പുണ്യാക രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഒരു കഴുകൽ നടക്കട്ടെ. നിന്റെ വഴി ഇന്ന് തുറക്കും. നിന്റെ വിടുതൽ ഇന്ന് നടക്കും. നിന്റെ സൗഖ്യം ഇപ്പോൾ നടക്കും. പക്ഷെ കഴുകൽ നീയായി തന്നെ ചെയ്യേണ്ട കാര്യമാ. ഒന്ന് ഏൽപ്പിച്ച കർത്താവേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകണമേ. ഓ ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കരങ്ങളും ഉയരട്ടെ. ഒരു നിർമ്മല കന്യകയെ പോലെ ഏകാഗ്രത കുറയാതെ, നിർമ്മലത കുറയാതെ, വഷളായി പോകാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാണപ്രിയനെ ഒന്ന് പ്രസാദിപ്പിച്ച്. നിന്റെ പ്രിയൻ 1000ങ്ങളിൽ സുന്ദരനാണ്, 10,000ങ്ങളിൽ സുന്ദരനാണ്. വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ളവനാണ്. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധ്യനാരുമില്ല. അവൻ നിന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുകയാ. നീ ഉയർത്തിയ കരത്തേൽ അവൻ പിടിച്ചിട്ടുണ്ട്. നീ അവന്റെ മണവാട്ടിയാണ്, നീ അവന്റെ കാന്തയാണ്. നിന്റെ സ്ഥാനം മറ്റൊരാളേക്കരുത്. ഇന്ന് രാത്രി നിന്റെ സ്ഥാനത്ത് നീ തന്നെ നിൽക്കുവാൻ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന മുൻപെന്നും നടന്നതുപോലെ അല്ല, തികച്ചും വ്യത്യസ്തയാർന്ന നിലയിൽ ഹല്ലേലൂയ ആഴത്തിനകത്ത് ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് വിടത്തില്ലെന്നും ഒന്നും പൂർത്തീകരിക്കത്തില്ലെന്നും ദേശത്ത് നിർത്തത്തില്ലെന്നും ഒക്കെ വാദിച്ചു നിന്ന ചില പോരുകളെ ദാഗോനെ വെട്ടിയതുപോലെ ഇന്ന് അത് ദൈവം മറിച്ചിടാൻ പോകുകയാണ്. ഹല്ലേലൂയ.
എതിരായി നിൽക്കുന്ന ചില പോരുകൾ, ഉയർന്നു നിൽക്കുന്ന തുറിച്ചുനോട്ടങ്ങൾ ഇന്നലെ ദൈവാത്മാവ് വെട്ടിക്കളയുകയാ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അതിവേഗത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി കത്തിക്കുന്നത് പോലെ ചില മേഖലകൾക്ക് മീതെ ദൈവത്തിന്റെ കരം ചലിക്കുകയോ. പരിശുദ്ധനെ, അങ്ങയുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ അങ്ങയുടെ ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിലെ പല സഭകളിൽ ഒരു സഭയല്ല, പൂർണ്ണതയുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള ഒരു നിർമ്മല കന്യകയായി, ഹല്ലേലൂയ, ദൈവത്തിന് ഏറ്റവും പ്രിയരായ ഒരു സഭയായി ഈ സഭ വളരുന്നതിനായി സ്തോത്രം. പട്ടണം അതറിയട്ടെ. ഈ തിരുവനന്തപുരം എന്ന പട്ടണത്തിൽ വർഷങ്ങളായി, യുഗങ്ങളായി കുടിയിരിക്കുന്ന ചില ആധിപത്യങ്ങൾ ഈ രാത്രി ആത്മാവിന്റെ വെട്ടേറ്റ് നിലംപരിചാകട്ടെ. ജനത്തിനെതിരെ, കുടുംബങ്ങൾക്കെതിരെ, സഭയുടെ വളർച്ചയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരുകളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ശ്രേഷ്ഠദാസനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, സഭയുടെ എൽഡേഴ്സിനെ, സഭ ശുശ്രൂഷകരെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഈ രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഏഴ് വന്നത് നിന്റെ മക്കൾക്ക് മറക്കാനാവാത്ത ഒരു വിടുതലായി ഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.